മതപരിവർത്തനത്തിന് വധശിക്ഷ നടപ്പാക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് മാർച്ച് 8 ശനിയാഴ്ച അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു ഗവൺമെന്റ് സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് വിവാദമായ പരാമർശം നടത്തിയത്. 2021 മുതൽ മതപരിവർത്തന നിരോധന നിയമം കർശനമായ വ്യവസ്ഥകളോടെ നടപ്പിലാക്കിയിരിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എന്നാൽ ഇനി മുതൽ മധ്യപ്രദേശിൽ മതപരിവർത്തനം നടത്തുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കത്തക്ക നിലയിലുള്ള നിയമ നിർമ്മാണം നടത്തുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഈ സമ്മേളനത്തിൽ അദ്ദേഹം പറയുമ്പോൾ, സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ നടപ്പാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണിത്. ആ നിലയിൽ അതേ ഗൗരവത്തോടുകൂടെ തന്നെ BJP ഗവൺമെന്റ് മതപരിവർത്തനത്തിനെതിരെയും പ്രവർത്തിക്കുവാൻ സന്നദ്ധമാണ്, അതിനുവേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJP സർക്കാരിന് ഇത് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ്. നമ്മുടെ സർക്കാർ മതപരിവർത്തനവും ദുരാചാരവും വെച്ചുപൊറുപ്പിക്കുകയില്ല. കുറ്റവാളികൾക്കും മതപരിവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കും വധശിക്ഷ നടപ്പാക്കും. മധ്യപ്രദേശ് മതസ്വാതന്ത്ര്യ നിയമത്തിൽ വധശിക്ഷയ്ക്കും വ്യവസ്ഥ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ MLAയും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളുമായ ആരിഫ് മസൂദ് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു, ആദ്യം മതപരിവർത്തനം എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. രണ്ടാമത്, അംബേദ്കർ കൊണ്ടുവന്ന ഒരു ഭരണഘടനയ്ക്കനുസരിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ആ ഭരണഘടന നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഈ രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകേണ്ടതാണ്. ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ഏത് മതത്തിലും വിശ്വസിക്കുവാനും ഏത് മതവിശ്വാസം സ്വീകരിക്കുവാനുമുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ നഗ്നമായ ലംഘനമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഇനി അതല്ല, ഇങ്ങനെയൊരു നിയമം നടപ്പാക്കുവാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം ആളുകളെയും ആ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. അദ്ദേഹം അത് ഓർപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മധ്യപ്രദേശിൽ ഘർവാപസി എന്ന പേരിൽ ഹിന്ദു മതത്തിലേക്ക് പുനർമത പരിവർത്തനം നടത്തുന്ന നിരവധി സംഘടനകളുണ്ട്. അങ്ങനെ നടത്തുന്നതും മതപരിവർത്തനം തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഈ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും ഏതു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്കും വധശിക്ഷ നൽകത്തക്ക നിലയിൽ നിയമം ഉണ്ടാക്കണമെന്നാണ് ആരിഫ് മസൂദ് പറയുന്നത്. എന്നാൽ ഗവൺമെന്റ് നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി മുഖ്യമന്ത്രി മനഃപൂർവ്വം ഒരു വിവാദമുണ്ടാക്കിയതാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്ത് നിന്ന് നിരന്തരം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചുള്ള ചർച്ചകൾ വനിതാ ദിനത്തോടനുബന്ധിച്ച് ശക്തമാകുകയും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു വിവാദ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത്. ഏതായിരുന്നാലും മധ്യപ്രദേശിൽ 2021 മുതൽ നടപ്പിലാക്കിയിരിക്കുന്ന കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന മതപരിവർത്തന നിരോധന നിയമം, അല്ലെങ്കിൽ മധ്യപ്രദേശ് മതസ്വാതന്ത്ര്യ നിയമം, ഇതിനകം തന്നെ ധാരാളം സുവിശേഷകരെ ജയിലിലടച്ചുകൊണ്ട് കള്ള പരാതികളുടെ പേരിൽ കേസുകൾ എടുത്തുകൊണ്ടും ഗവൺമെന്റ് ശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മതപരിവർത്തനം നടത്തുന്നവർക്ക് ബലാത്സംഗ കുറ്റവാളികൾക്ക് നൽകുന്നത് പോലെ വധശിക്ഷ നൽകണമെന്നുള്ള വിവാദ പരാമർശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇപ്രകാരം ഒരു നിയമം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. മധ്യപ്രദേശ് ആ നിലയിൽ മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ അത് ഈ രാജ്യത്തിന് തന്നെ അപമാനകരമായ, ഭരണഘടനാ വിരുദ്ധമായ, ഏറ്റവും ക്രൂരമായ ഒരു കരിനിയമമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.